friends, welcome back to my channel Sidhu's World. After a long time, ഞാൻ നിങ്ങൾക്ക് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ഇട്ടുതരാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എൻ്റെ കൂടെ വേറെ ഒരാളുണ്ട്, എൻ്റെ അമ്മാമ്മയാണിത്. അപ്പോൾ പേര് അംബിക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പായസത്തിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എൻ്റെ അമ്മാമ്മ പറഞ്ഞതിന് അമ്മാമ്മ ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞുറുക്ക് ഗോതമ്പ് പായസം. ഇതാണ് ഞുറുക്ക് ഗോതമ്പ്. ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ: ശർക്കര, ചവ്വരി കാച്ചിയത്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്ക. അപ്പോൾ നമ്മളിവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അമ്മ കുക്കിംഗ്. ശർക്കര ആദ്യമായി ശർക്കര വേവിച്ച് വെച്ചിരിക്കുന്ന ഞുറുക്ക് ഗോതമ്പ് ശർക്കരയും ചേർക്കണം. ശർക്കരപ്പാനിയിൽ ഗോതമ്പ് മൂക്കുന്നത് വരെ ശർക്കരപ്പാനിയിൽ ഇളക്കണം. പായസത്തിൻ്റെ ഗോതമ്പ് നല്ലതുപോലെ മൂത്ത് വന്നു. ശർക്കരപ്പാനിയിൽ മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇവിടെ ഒഴിച്ചു കൊടുക്കും. ഒരു സ്പൂണോ ഒരു 1.5 സ്പൂണോ ഒഴിക്കാം. നെയ്യ് ഒഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. വെച്ചേക്കുന്ന ചവ്വരി ഇത് ചേർക്കണം. കുറച്ച് ആവശ്യത്തിന് ചേർക്കാം. അടുത്തതായിട്ട് 3-ാം പാൽ ഒഴിക്കുക. ആദ്യമായിട്ട് 3-ാം പാൽ ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഇനി ഈ പാല് വറ്റിക്കഴിഞ്ഞ് ഏകദേശം വറ്റി. ഇനി നമുക്ക് 2-ാം പാല് ഒഴിക്കണം. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി അല്പം ഇതും കൂടി വറ്റിക്കണം. 2-ാം പാല് വറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് 1-ാം പാല് ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് ചെറുതായി ചൂടായി തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക അവസാനം ഏലക്ക ചേർത്ത് പായസം ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. സ്റ്റൗ കത്തിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പായസത്തിൽ ചേർക്കുക. ആവശ്യത്തിന് സ്വാദിഷ്ടമായ ഞുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിത്തിമോള് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അല്പം
സൂപ്പർ ആയിട്ടുണ്ട്. മമ്മ താങ്ക് യു ഈ പായസം ഉണ്ടാക്കി തന്നതിന്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.